എന്റെ പേര് ജാസിം. 23 വയസ്സുള്ള ഒരു MBA വിദ്യാർത്ഥിയാണ് ഞാൻ. വീട്ടിലെ 3 മക്കളിൽ മൂത്തവൻ. എന്റെ ഉപ്പാക്ക് 4 സഹോദരിമാരുണ്ട്. അതിൽ ഇളയ ആളാണ് ലൈല അമ്മായി. അമ്മായിക്ക് 2 ആൺമക്കളാണ്. മൂത്ത ആളുടെ കല്യാണം കഴിഞ്ഞു. ഇളയവൻ +2 പഠിക്കുന്നു. 38-ാം വയസ്സിലും വളരെ പ്രസരിപ്പോടെയും സ്നേഹത്തോടെയും ജീവിക്കുന്ന ഒരാളാണ് അമ്മായി. അമ്മായി ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴെല്ലാം വലിയ സന്തോഷമാണ്. വീട്ടിലെ മറ്റംഗങ്ങളെ പോലെ തന്നെയാണ് എന്നെയും കാണുന്നത്. എന്നാൽ ആ പ്രായത്തിന്റെ പക്വതക്കുറവ് കൊണ്ടോ എന്തോ അമ്മായിയോട് എനിക്ക് ചില സമയങ്ങളിൽ അനാവശ്യമായ ഒരു ആകർഷണവും തെറ്റായ ചില ചിന്തകളും തോന്നിയിരുന്നു. അമ്മായി പോലും അറിയാതെ ഞാൻ പലപ്പോഴും ഫോണിൽ ഫോട്ടോകൾ എടുക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. എന്റെ മനസ്സിലെ ഈ തെറ്റായ ചിന്തകളെക്കുറിച്ച് അമ്മായിക്കൊട്ടും ധാരണയുണ്ടായിരുന്നില്ല. അവർ എന്നെ സ്വന്തം മകനെ പോലെയാണ് കരുതിയിരുന്നത്. അങ്ങനെ ഒരു ദിവസം അമ്മായി വീട്ടിൽ വന്നു. സാധാരണ സാരിയുടുത്തു വരുന്ന അമ്മായി അന്നൊരു ചുരിദാറായിരുന്നു ധരിച്ചിരുന്നത്. വൈകുന്നേരം മകൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതുവരെ അമ്മായി വീട്ടിലെ ജോലികളിൽ ഉമ്മയെ സഹായിക്കുക പതിവാണ്. അന്നും ഉമ്മ പുറത്ത് അലയ്ക്കാൻ പോയപ്പോൾ അമ്മായി അകത്തെ മുറികൾ വൃത്തിയാക്കാൻ തുടങ്ങി. റൂം വൃത്തിയാക്കുന്നതിനിടയിൽ ഫാൻ തുടക്കാനായി അമ്മായി എന്നെ സഹായത്തിന് വിളിച്ചു. ജാസിം, ആ സ്റ്റൂൾ എടുത്ത് കട്ടിലിന് മുകളിൽ വെച്ച് തരുമോ? എങ്കിലേ എനിക്ക് ഫാൻ തുടക്കാൻ പറ്റൂ, അമ്മായി പറഞ്ഞു. പൊടി അലർജി ഉള്ളതുകൊണ്ട് ഞാൻ മാറാൻ നോക്കിയെങ്കിലും സ്റ്റൂൾ കട്ടിലിൽ വെച്ചു കൊടുത്ത് അമ്മായി വീഴാതിരിക്കാൻ ഞാനത് പിടിച്ചു നിന്നു. അമ്മായി സ്റ്റൂളിൽ കയറി ഫാൻ തുടക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ബക്കറ്റിലെ വെള്ളത്തിൽ തുണി മുക്കി പിഴിയാനായി അമ്മായി കുനിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വീണ്ടും തെറ്റായ ചിന്തകൾ ഉണർന്നു. ഞാൻ അമ്മായിയുടെ അരികിലേക്ക് അനാവശ്യമായി അടുത്തു നിന്നു. എന്റെ അസ്വാഭാവികമായ പെരുമാറ്റം അമ്മായി ശ്രദ്ധിച്ചെങ്കിലും അതൊരു അബദ്ധം പറ്റിയതായിരിക്കാം എന്ന് കരുതി അവർ ഒന്നും സംഭവിക്കാത്തതുപോലെ ജോലി തുടർന്നു. പക്ഷേ എന്റെ മനസ്സിലെ ചിന്തകൾ നിയന്ത്രണം വിടുകയായിരുന്നു. വീണ്ടും അമ്മായി കുനിഞ്ഞപ്പോൾ ഞാൻ മനഃപൂർവ്വം അവർക്ക് അരികിലേക്ക് നീങ്ങി നിന്നു. അമ്മായി എപ്പോഴും എന്നെ വഴക്കു പറയാതെ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. എങ്കിലും ആ പെരുമാറ്റത്തിൽ എനിക്ക് എന്തോ ഒരു അപകർഷതാബോധം തോന്നി തുടങ്ങിയിരുന്നു. ആ സംഭവത്തിന് ശേഷം ഞാൻ കുളിക്കാനായി മുകളിലത്തെ നിലയിലെ എന്റെ റൂമിലേക്ക് പോയി. കുളിക്കാൻ കയറിയപ്പോഴാണ് സോപ്പ് തീർന്ന കാര്യം ശ്രദ്ധിച്ചത്. താഴെ ഉമ്മ അലക്കുകയാണെന്നും വിളിച്ചാൽ അമ്മായിയെ വരൂ എന്നും എനിക്കറിയാമായിരുന്നു. എന്റെ മനസ്സിൽ വീണ്ടും അമ്മായിയെ അടുത്തു കാണാനുള്ള ആഗ്രഹം തോന്നി. ഞാൻ ഉറക്കെ വിളിച്ചു, ഉമ്മ, ഉമ്മ. താഴെ നിന്നും അമ്മായിയുടെ ശബ്ദം കേട്ടു. എന്താടാ ജാസിമേ? ഉമ്മ പുറത്ത് അലക്കുകയാണ്. ഇവിടെ സോപ്പില്ല അമ്മായി, ഒരു സോപ്പ് എടുത്തു തരുമോ? ഞാൻ ചോദിച്ചു. ഇനി കഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം? ജാസിമിന്റെ മനസ്സിലെ തെറ്റായ ചിന്തകൾ മാറി. തന്നെ ഒരു